ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ക്യാപ്പ് എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ക്യാപ്പായാലും കുഴപ്പമില്ല. ഇതേപോലെ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഒരു ക്യാപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ ഒരു ക്യാപ്പ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 2 റൗണ്ട് പീസസ് ആണ്. ഒരു ബോട്ടിലിൻ്റെ സൈസിന് അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് കാർഡ്ബോർഡ് പീസ് റൗണ്ട് എടുക്കുക. എന്നിട്ട് ഈ 2 പീസസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ നമ്മൾ ഒരു പീസ് മതി. നമ്മുടെ കട്ടി കുറഞ്ഞതായതുകൊണ്ടാണ് നമ്മൾ 2 എടുത്തത്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ച് ഉൾഭാഗത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോട്ടിൽ ഞാനിത് ഓൾറെഡി ഗോൾഡൻ കളറും കൂടി ആയതുകൊണ്ട് നല്ല രസമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ എടുത്താൽ മതി. ഇനി ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റും അതേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ആ കാർഡ്ബോർഡ് കാണാതിരിക്കാൻ. അപ്പോൾ ഇനി ഫോം ഷീറ്റ് അല്ലെങ്കിൽ കളർ പേപ്പറോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അതിനുശേഷം നമ്മൾ വേറൊരു ഫോം ഷീറ്റ് ഗ്രീൻ കളറിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിൽ ഒരു സ്ട്രിപ്പായിട്ട് ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നോച്ചസ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രീൻ കളർ പേപ്പർ എടുത്താൽ മതി കേട്ടോ. ഇനി പേപ്പറും ഇല്ലെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു കമ്പിയാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു കമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ക്രാഫ്റ്റൊക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ വേലിയൊക്കെ കമ്പിയില്ലേ, അത് നമ്മുടെ സാധാരണ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കമ്പി എടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പിയുള്ള ഹാങ്ങറില്ലേ അതായാലും മതി കേട്ടോ. എന്നിട്ട് ഈ അറ്റത്ത് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഫോം ഷീറ്റില്ലേ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അറ്റത്തെ ഭാഗം മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി മാത്രം. പിന്നീട് ഇതിങ്ങനെ ചുറ്റി എടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇങ്ങനെ ആ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വിരിഞ്ഞ് വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ പേപ്പർ യൂസ് ചെയ്യുക, അതുമില്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് പേപ്പർ യൂസ് ചെയ്യുക. പിന്നെ കമ്പി ഇല്ലെങ്കിൽ ഹാങ്ങറോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ, വളഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഓരോ ഭാഗങ്ങളും കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗം ഗ്ലൂ വെച്ച് ഒട്ടിക്കുക, അതിന് ശേഷം വീണ്ടും ആക്കാം. ഇനി ഞാൻ ഇതേപോലൊരു ഷേപ്പിലുള്ള ബോട്ടിൽ എടുത്തിട്ട് അതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബോട്ടിലില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതാക്കി കൊടുത്താലും മതി കേട്ടോ, കൈ കൊണ്ട് തന്നെ മടക്കി കൊടുത്താലും മതി. ഇതേപോലത്തെ ഇങ്ങനെ കോൺ പോലെ ഇരിക്കുന്ന നെക്കുള്ള ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ഇനി ഇതേപോലെ വെച്ചിട്ട് കൈ കൊണ്ട് അതിനെ ഒന്ന് സ്പൈറൽ പോലെ ഒന്നുകൂടി ആക്കിയിട്ട് ഈ സെൻറ്റർ ഭാഗം കൂടെ ഇങ്ങനെ ഒന്നുകൂടെ ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രോസസ്സ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫോം, അതായത് തെർമോക്കോൾ ബോൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആക്കാനാണ്. നമ്മളൊരു ടേബിൾ ട്രീ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീ ആമസോണിൽ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റാണ് കണ്ടത്. അപ്പോൾ നമുക്കിത് ഹോം മെയ്ഡായിട്ട് വളരെ ഈസി ആയിട്ട് പല ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫോം ഷീറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സീറോ ലൈറ്റ്സ് ഉണ്ടല്ലോ, ഫെയറി ലൈറ്റ്സ്, അത് വെച്ച് കൊടുത്ത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ ഈ കമ്പിമേ. ഇനി മുകളിൽ ഒരു സ്റ്റാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബോട്ടിലില്ലേ അതിനകത്തോട്ട് ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബേസ് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ബോട്ടിലില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കമ്പിയൊന്നും ഇല്ലെങ്കിൽ ഫോം ഷീറ്റൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കമ്പി ചുറ്റി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗോൾഡൻ പെയിൻറ്റോ എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ട് ഒരു ഫെയറി ലൈറ്റ് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. 1000 റുപ്പീസിനൊക്കെ മേലെ ആമസോണിൽ വില വരുന്ന സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമല്ലേ, ഇതേപോലെ വെച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ.